മാങ്ങയൊന്നും വേണ്ട ഇങ്ങോട്ട് നേഴ്സറി പോ ഇറങ്ങി ഇങ്ങോട്ട്. ഉണ്ട് ഉണ്ട് വാ നേഴ്സറി ഉണ്ട് അല്ലെങ്കിൽ ഡാൻസിനെ ഉണ്ടാക്കാം. വാ 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 ഇറങ്ങ് തല ഇട്ടിട്ട് ആ ബണ്ണെടുക്ക്. അതെന്ത് അപ്പൊ മുടി വെട്ടാൻ കൊണ്ടുപോ. പിന്നെ എന്തൊരു വേണം? പിന്നെ നീ അടങ്ങിയേരി. വീട്ടിൽ പോണം. എനിക്ക് ഇന്ന് നേഴ്സറി പോണ്ട. നേഴ്സറി പോയി വേണ്ട. ഉണ്ണിയപ്പുണ്ടാക്കാൻ പോണ മാങ്ങ ഉപ്പും മരിച്ചും വയ്ക്കാൻ പോണ മീൻ വയ്ക്കാൻ പോണ പാറ്റി പോണ എല്ലാം വന്നു. ചേട്ടനും അടങ്ങിയിരിക്കേ കൊണ്ടായിരുന്നു. ചേട്ടന് കഴിഞ്ഞ് ഞാനും കഴിഞ്ഞ്. കുഞ്ഞി അടങ്ങിയിരിക്കേ. നേരെ ഇരിക്കേ. കേറി ഇരി നേരെ. മര്യാദക്കിരുന്ന് പറ. ചേട്ടൻ വയ്യ. ചേട്ടൻ ാണ് ഇരിക്കുന്നത്. ചേട്ടൻ ഇപ്പോഴും TV കറണ്ടായി പോവാണ്. ബൈ ബൈ. ഹായ്, രാവിലെയാണ്. കുറച്ച് ദിവസം കൊണ്ട് വീട്ടിലില്ല. അപ്പോൾ വീട് കുറച്ച് പണികളുണ്ട്. എന്നിരുന്ന് വീട് ഞാൻ ഇല്ലാണ്ടിരുന്നിട്ട് മുടക്കൊന്നും വന്നിട്ടില്ല. ഞാൻ രാവിലെ വന്ന് എല്ലാം ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് പോവുമായിരുന്നു. അപ്പോൾ നന്ദപ്പൻ റെസ്റ്റിലാണ്. നന്ദപ്പൻ ഉണ്ടകത്ത്. അടങ്ങി ഇരിപ്പ് പറ്റണില്ല. അത് പ്രായത്തിലുള്ളവർക്ക് അടങ്ങിയിരിപ്പ് അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ്. അത് ഓൾറെഡി ഡോക്ടേഴ്സും നഴ്സും ഒക്കെ പറഞ്ഞ കാര്യമാണ്. ഈ പ്രായത്തിലുള്ള പിള്ളേർ അടങ്ങിയിരിക്കത്തില്ല. പ്രത്യേകിച്ച് അങ്ങനെയാണ്. കുറെ വയറുകളുടെ ഇടയിൽ നിന്നൊക്കെ റിലീസ് ആകുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൂടുതൽ കാണിക്കും. അപ്പൊ ഇങ്ങനെ ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞമ്മയാണൊരു പ്രശ്നം. എപ്പോഴും അവന്റെ അടുത്തുനിന്ന് മാറത്തില്ല. കുഞ്ഞമ്മയ്ക്ക് എപ്പോഴും അവന്റെ അടുത്ത് തന്നെ ഇരിക്കണം. അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പൊ ഞാന് രാവിലെ നമ്മുടെ വർക്ക് ഏരിയ ഒക്കെ കംപ്ലീറ്റ് ആയിരുന്നു. വർക്ക് ഏരിയ ടൈലിടാനുള്ള പരിപാടി ഉണ്ട്. അത് രാവിലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ ഇതും കൂടെ കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യം. അധികം പൊടി പോവാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. പക്ഷെ കറണ്ട് ഇല്ല, അതുകൊണ്ട് പണി കിട്ടി. പിന്നെ ചായ്പ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഞാൻ വരുന്നതിന് മുന്നേ അമ്മ ഇനോഗ്രേഷൻ ചെയ്ത് കേട്ടോ. എന്റെ ചെരുപ്പ് ഇവിടെ. ഞാൻ വരുന്നതിന് മുമ്പ് അമ്മ ഇനോഗ്രേഷൻ ചെയ്തു. അപ്പൊ ചായ്പിലോട്ട് രാവിലെ ഈ കിടക്കുന്ന മുഴുവൻ വിറവൊക്കെ പറക്കി വെക്കണം. നല്ലൊരു മഴക്കോള് 2 ദിവസമായിട്ടുണ്ട്. മഴ പെയ്തെല്ലാം നനഞ്ഞാൽ എൻ്റെ എല്ലാ പണിയും വെള്ളത്തിലായിപ്പോവും. അപ്പോൾ ചായ്പ് നമുക്കൊന്ന് കാണാൻ പോവാം. ബാ, ചെരുപ്പിട്ടുകൊണ്ട് വാ കുഞ്ഞമ്മ. വേണ്ട ചായ്പ് ഒരു പൈപ്പൊക്കെ വെച്ചു. എനിക്ക് എളുപ്പത്തിനെ മഴ സമയത്ത് ഭയങ്കര പാടാണ്. വെള്ളം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ നനയും. അതുകൊണ്ട് ഇവിടെ ഒരു പൈപ്പൊക്കെ ഞങ്ങൾ വെച്ച്. ഇതെന്റെ അമ്മിക്കല്ലാണ്. എൻ്റെ അല്ല, ശോഭനാമ്മയുടെ അമ്മിക്കല്ലാണ്. ഞാൻ അതിനെങ്ങ് എടുത്ത്. ഇതിവിടെ ഉണ്ടായിരുന്നു, സാധനം ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനെ ഞാൻ ഉപയോഗിക്കുന്നത് മൈലാഞ്ചി അരയ്ക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണം. പിന്നെ നമ്മളെ ചക്കയുള്ള സമയത്ത് ചക്കക്കുരു അവിച്ചും അവിക്കാതെ ഇതിലിട്ട് അരയ്ക്കും. അപ്പൊ കല്ല് പണ്ടുള്ളവർ ചെയ്യുന്ന അറിയാം. അപ്പൊ കല്ലിലെ മണ്ണൊക്കെ പോയി കല്ല് നല്ല വൃത്തിയായി കിടക്കും. അമ്മിക്കല്ല് ഇനി വേണം ചമ്മന്തി അരയ്ക്കാൻ. ഇനി ഭയങ്കര ഇഷ്ടമാണ് അമ്മിക്കല്ലിൽ അരയ്ക്കാനായിട്ട്. നല്ലൊരു എക്സസൈസ് ആണ്. അപ്പോൾ അമ്മിക്കല്ല് അവിടെ ഇരുന്നപ്പോൾ കുനിഞ്ഞിടന്ന് അരയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അതിനെ മാറ്റി വെച്ചാണ്. ഇനി അമ്മിക്കല്ലായി. ഇതാണ്ടോ ഇവിടെ ചെറിയൊരു അടുപ്പൊക്കെ വെച്ചിട്ട് അമ്മ അങ്ങ് ചെയ്ത്. ഇനി ഇവിടെ നമ്മൾ വിറവൊക്കെ കയറ്റി വെക്കണം. ഇവിടെ വിറവൊക്കെ നിരത്തി വെച്ചിട്ട് ഇവിടെ ഫുള്ള് വൃത്തിയാക്കണം. അപ്പൊ ഇന്ന് സത്യമായിട്ടും എനിക്ക് ആരോഗ്യമില്ല. എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി. എത്ര 3, 4, 5 ദിവസത്തെ ഉറക്കമുണ്ട്. അവിടെ ഉറങ്ങാനൊന്നും പറ്റൂല. എങ്ങനെയല്ല നമ്മളോട് കിടക്കാൻ പറയും, പക്ഷെ നമുക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ സാഹചര്യം എങ്ങനെയല്ലേ. നമുക്ക് കണ്ണടച്ച ഉറക്കമൊന്നും വരില്ല. അതുകൊണ്ട് ഉറക്കം കിടന്ന് കറങ്ങണുണ്ട്. പക്ഷെ ഇതൊന്ന് വൃത്തിയാക്കാണ്ട് എങ്ങനെ കിടക്കുന്നത്, എവിടെയൊക്കെ കിടക്കുന്ന കോലം കണ്ടോ? നിങ്ങൾക്കറിയാലോ എൻ്റെ പറമ്പിന്റെ പ്രത്യേകത. ഇവിടെ ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ എന്തായാലും വൃത്തിയാക്കിയിട്ടേ ഇനി പറ്റുള്ളൂ. പിന്നെ വേണ്ടോ ഇവിടെ ഫുള്ള് ക്ലിയർ ആക്കണം.
ഈ കല്ലൊക്കെ മാറ്റി ഇത് മൊത്തത്തിൽ വാരി മാറ്റി. ഇതിന്റെ കൊതുമ്പും ചൂട്ടൊക്കെ ഞാൻ പൊങ്കാലിടാനായിട്ട് എടുക്കണുണ്ട്. കൊതുമ്പും ചൂട്ടൊക്കെ സെപ്പറേറ്റ് ആക്കണം. പിന്നെ രാവിലെ ഇത്തിരി സീനാണ് കേട്ടോ, അതാണ് വരാത്തത്. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത്. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണോ നനങ്ങിയത്. ഇത് കണ്ടോണ്ടാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഇത്തിരി ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ വരാനായിട്ട്. പക്ഷെ നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. വരണമെന്ന് തോന്നുമ്പോഴല്ലേ അവർക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും ഞാൻ ഒന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ. നിർബന്ധിച്ച് അല്ലെങ്കിൽ എഡിറ്റൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നവരോട് കാണിച്ചു തരുന്നതാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ വരുള്ളൂ, അല്ലാതെ വരില്ല. വരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അത് കുഴപ്പമില്ല. ഏത് ബ്രഷ് എടുക്കണേ? എന്റെ പെയിന്റിങ് ബ്രഷ് ആയിരിക്കും. ഓക്കെ. നമ്മള് ചായപ്പിനാവും കൂടെ കാണിച്ചു. ചായപ്പല്ല, വർക്കേരിയൊക്കെ രണ്ടും തിരിഞ്ഞു എപ്പോഴും. വർക്കേരിയൊക്കെ കൂടി കാണിച്ചു. ഇത് ഞങ്ങളുടെ തെങ്ങിന് ഞാൻ വളയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതാണേ, തെങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ അതാണ്ട വർക്ക് ഏരിയ ഇതുവരെ ആയി. ഇനി എന്താ വിളക്ക് വെക്കണേ? ഇനി നമുക്ക് ടൈലും കൂടി ഇടാം. ടൈലൊക്കെ ഇറക്കി വെച്ചു ഇന്നലെ. പക്ഷെ രാവിലെ അവിടെ നമ്മളെ പോകുന്ന വഴിക്ക് ഒരു മരം മുറിഞ്ഞു വീണിട്ട്, തെങ്ങ് മുറിഞ്ഞു വീണ് ലൈൻ കമ്പിയൊക്കെ പോയി. മൊത്തത്തിൽ ട്രാൻസ്ഫോമർ എല്ലാം പൊട്ടി. അപ്പൊ ഇനി നമ്മുടെ ജോലി എന്ന് പറയുന്നത് വിറക് അടുക്കി കയറ്റുക. അവിടെ കിടക്കുന്നത് കയറ്റാണ്ട് ഇത് മുഴുവൻ കയറ്റാൻ. ഇത് 2 ദിവസം കൊണ്ട് ഇവർ രണ്ടും കൂടെ ചെയ്തതാണേ. രണ്ടമ്മമാരും കൂടെ അങ്ങനെ ആക്കിയിട്ടതാണ്. ഇനി ഫ്രണ്ടിൽ കിടക്കുന്നതിന് ഇനി കൊണ്ടുവരണം. ഇങ്ങോട്ട് നോക്കി പറ. നമ്മളെ പൈപ്പ് ഇവിടെ ഇരിപ്പാണ്. വീടുണ്ട് ആപ്പി ബാറ്റാണ്. ഇനി നമ്മൾ ബാപ്പി ബാറ്റ് മൂർച്ചാണല്ലോ. അമ്മ മാറ്റുവാ ഇവിടെ എന്തൊക്കെ പറയണ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ന്യായമായ കാര്യമാണ് കൊച്ചു ആവശ്യപ്പെട്ടത്. എന്റെ വീഡിയോ കണ്ട് യൂട്യൂബിൽ കണ്ടു പോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇന്നേവരെ അതിനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ആവശ്യപ്പെടാണ്ടാണ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പൊ അതുകൊണ്ടൊരു സന്തോഷം. പക്ഷെ എന്നാലും കൊച്ചു പറഞ്ഞ സ്ഥിതിക്ക് 100 ഏത് വീഡിയോ ഇട്ടാലും 100 വ്യൂവേഴ്സ് ഉണ്ട്. പക്ഷെ ലൈക്ക് ചെയ്യണില്ല, സബ്സ്ക്രൈബ് ചെയ്യണില്ല. ഇനി കൊച്ചു പറഞ്ഞില്ല എന്ന് എഴുതിയിട്ട് ഞാൻ ചെയ്യാതിരിക്കണ്ട. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊന്ന് രാവിലെ ഒരു വിരട്ട് കൊടുത്തു. അതിനാണ് ചേട്ടൻ അടിക്കണം എന്ന് പറഞ്ഞാൽ. അടങ്ങി കിടക്കില്ലെന്ന്. എന്തു കൊച്ചാന്ത. അവിടെ ഇരിക്കുമ്പോ ഇവിടെ വന്നിരിക്കണം, ഇവിടെ ഇരിക്കുമ്പോ അവിടെ വന്നിരിക്കണം. അനുസരണ ഇല്ല. അനുസരണ നിന്ന് അടങ്ങിയിരിക്കാൻ പറ്റണില്ല. അപ്പൊ അതാ പറഞ്ഞ, ഡോക്ടറിനെ പറയുന്നുണ്ട് ഈ പ്രായം അങ്ങനെയാണ്, വരുന്ന അടങ്ങി കിടക്കൂല. പിന്നെ ഒരു കാര്യമുണ്ട്, സ്വാഭാവികമല്ലേ. എല്ലാ കുഞ്ഞുങ്ങളും കളിക്കേണ്ട സമയത്ത് അവർ കുറെ വയറിന്റെ നടുക്ക് കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ, അത് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഡോക്ടർമാർക്ക് നഴ്സുമാർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അവർ നമ്മൾ കുഞ്ഞിനെ വഴക്ക് പറയില്ലേ, അവരെങ്ങനെയാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പം ശരിയാ, ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ കളിക്കുന്ന സമയത്ത് അവനൊക്കെ കയറി കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. നമ്മൾ ഈ പൊന്തേരെ കൂട് മാറ്റും കേട്ടോ. എവിടാണ് പൊന്ത? ഇത് നമ്മളെ പൊന്തേന്ന് വിളിക്കുന്ന, കൂടുതലുണ്ട് വിളിക്കുന്ന പേരാണേ. പൊന്തച്ചീരെ കൂട് കാണിച്ചു കൊടുത്തേ. ഈ കൂടൊക്കെ എവിടെ നിന്ന് മാറ്റും? തല ആടണത്. അമ്മാമ്മ പറ, കൊച്ചു പറയും പോലെ പറഞ്ഞൂട്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ അമ്മാമ്മയ്ക്ക് പറഞ്ഞൂട്. അമ്മയ്ക്ക് അറിഞ്ഞൂടാ. പറഞ്ഞൂട്. അമ്മാമ്മയ്ക്ക് ഒന്നും എടി, അമ്മാമ്മയ്ക്ക് പറഞ്ഞൂട്. ഇന്നാണ് പിന്നെ ചിന്താണിന്ന് കടിച്ച് ഇന്ന് നമ്മൾ വീഡിയോയിലാണ് ഇങ്ങനെ കാണാനാ. അല്ലെങ്കിൽ ഞാനും അമ്മാമ്മേല് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് പറഞ്ഞൂട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് അതുപോലെ പറഞ്ഞു കൊടുക്കാൻ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ. അടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. കറണ്ട് പോയേനെ, ഇച്ചിരാം എന്തൊക്കെ വരുന്നു ചോദിച്ചാ എനിക്കറിയില്ലേനെ. ഞാൻ കിരീടം പോലെ ഇങ്ങനെ തലമുടി ഇട്ടോണ്ടിരിക്കും, കെട്ടില്ല എന്ന് അത് പറയാത്തേ. ഓക്കെ. അപ്പൊ വേണ്ട, ഈ കൂടൊക്കെ മാറ്റണം. ഇവിടെ ഫുള്ളി വൃത്തിയാക്കണം. പിങ്കീരെ കൂടുണ്ട് ഇവിടെ. ഇതാണ് പൊന്തച്ചി, എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഡോഗ പിങ്കി. എന്റെ മോന്റെ പ്രായമുണ്ട് കേട്ടോ പിങ്കി. അപ്പൊ ഇവളെ ഈ കൂടൊക്കെ ഇവിടുന്ന് മാറ്റണം. ഇവളൊക്കെ പ്രസവം നിർത്തിയതാണ് കേട്ടോ. ഇവള് പ്രസവിക്കത്തൊന്നുമില്ല. ഇവള് പക്ഷെ എന്റെ ഉയിരാണ്, ഹാർട്ടാണ്. ഭയങ്കര ഇഷ്ടമുണ്ട്. ചേട്ടന് ഇഷ്ടമല്ല, ഭയങ്കര കള്ളത്തരം കാണിപ്പാ. ഉടായിപ്പിന്റെ ഉസ്താദാണ്. ഓക്കെ. അപ്പം മൊത്തത്തിൽ ജോലിയുണ്ട്. രാവിലെ അങ്ങ് തുടങ്ങാൻ പോവാണ്. എല്ലാം ഇതിനകത്തോട്ട് കയറ്റണം. ആദ്യം ഇവിടെ കയറ്റിയിട്ട് അമ്മ മാറിയിരി അമ്മ.
എന്തടാ? ഇല്ല മക്കളെ, അമ്മ വിറവ് കുറക്കണടാ. അമ്മ വിറവേ മക്കളെടുത്ത് കൂടി. ഇപ്പൊ ബാറ്ററി ചാർജ് ആയ? അവിടെ കിടക്കണ എല്ലാം പറക്കി. ഇപ്പൊ ബാറ്ററി ചാർജ് ആയാ? അല്ല, ഇത്രയും നേരം കറണ്ട് ഓഫ് ഇല്ലായിരുന്നു. ഇത്രയും നേരം അനക്കം ഇല്ലായിരുന്നല്ല. ഇത്രയും നേരം നാക്ക് മൂക്കൊന്നും ഇല്ലായിരുന്നല്ല. ഇപ്പൊ നാക്ക് വന്നാ? അതന്നെ ഞാൻ ചോദിച്ചാ. എന്തൊരു റൂള് കാണിച്ച ഞാൻ? നിങ്ങള് നമ്മളുടെ ഈ ഒന്ന് കാര്യങ്ങളൊന്നും പറയില്ല. ഞാൻ എന്തൊരു പറയണം? പറയൂ. കാര്യം പറഞ്ഞില്ല. ശരി, പറ. എന്തൊരു വിശേഷം ഞാൻ പറയണം? പറ. നേരത്തെ എനിക്കറിയാമോ എന്തൊരു ദേഷ്യം? ഞാൻ ആ കൊച്ചിന്റെ നേരം വെളുത്ത് അതിന്റെ പിറകെ നടക്കുന്നതിന്റെ ഇടയിൽ എന്തൊരു ദേഷ്യം? അപ്പൊ പിന്നെ എനിക്ക് ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടാൻ പറ്റുമോ? ഞാൻ വിശേഷം പറയാത്തതാണ് പ്രശ്നം. എന്തൊരു വിശേഷമുള്ള ഞാൻ പറയേണ്ടിയിരുന്ന? നിങ്ങളെല്ലാത്തിനും അമ്മ ഞാൻ എന്തൊരു ദേഷ്യം? ആര് പറഞ്ഞു ഞാൻ ചോറ് കൊണ്ട്? അത് ദേഷ്യമല്ലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞില്ലേ? അത് ദേഷ്യമല്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ വന്ന് നന്ദപ്പൻ, ഞാൻ പറഞ്ഞില്ലേ വഴക്ക്, ദേഷ്യപ്പെട്ടു. നന്ദ ഭയങ്കര ബഹളം വരുന്നു, അടങ്ങിയിരിക്കാൻ വേണ്ടി കേട്ടില്ല. അങ്ങനെ ഞാൻ അവനോട് അലച്ചോണ്ടിരുന്ന സമയത്ത് വന്നിട്ട് ചോറ് തരാൻ പറഞ്ഞു. ചോറ് തരാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അവിടെ പോയിരിക്കും, ഞാൻ കൊണ്ട് തരാന്ന് പറഞ്ഞു. അതിനാണ് ഞാൻ ദേഷ്യപ്പെട്ടെന്ന് പറയണേ. അതാണോ ദേഷ്യം? ഈ 12 മണിക്കാ? 12 മണിയായാ? പിന്നെ അമ്മ മണി 12ആയി. ചോറ് വെച്ച് കറികൾ വെച്ച് മീൻ വെച്ച് എല്ലാം വെച്ചല്ല മണി 12. കാപ്പി രാവിലെ കുടിച്ചതാ? ഒന്നും കുടിച്ചില്ല. രാവിലെ കുടിച്ചതാ? ഒന്നും കുടിച്ചില്ല. രാവിലെ കുടിച്ചതാ? എവിടുന്ന് രാവിലെ? ആര്യെന്ന്? എനിക്ക് വീട്ടിൽ അടുപ്പ് ഇങ്ങനെയാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ വയ്യായിക ഉള്ള സമയത്ത് കഴിച്ചതും കുടിച്ചതൊന്നും ഓർമ്മ വരൂല നമുക്ക്. അയ്യോ വാഴ ഈ കമ്പില് തൂങ്ങി നിക്കണോണ്ട് ഞാൻ ആരോഗ്യത്തോടെ നോക്കുന്നു, ഇല്ലെങ്കിൽ എപ്പോഴേ വേണം. എങ്ങനെ ആരോഗ്യം വയ്യായിക ഉള്ളപ്പോ എങ്ങനെയാണ് കഴിച്ചതും കുടിച്ചതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അവരയ്യോന്ന്, അവരിവിടെ നിക്കണ്ടെന്ന്, അവരയ്യോന്ന്. ഇപ്പഴാണ് ഇത്രയും നേരം ഓഫായിരുന്നു. നേരം വെളുത്ത് ഇത്രയും നേരം ഓഫായിരുന്നു. ഓഫാണെങ്കിൽ നമ്മളടുത്ത് ഒന്നിനും വരൂല. അതായത് നമ്മളടുത്ത് വയ്യായൊക്കെ ഉണ്ടെങ്കില് രാവിലെ വന്ന് കൃത്യമായിട്ടുള്ള ഫുഡ് വാങ്ങിച്ച് കഴിക്കും. ചിലപ്പോ അതും കഴിക്കൂല. അപ്പം നേരത്തെ നന്ദപ്പന്റെ കൊടുത്തു വിടുമായിരുന്നു. ഇന്ന് പക്ഷെ ഒന്നില്ലതില്ലേ ഇതൊക്കെ അങ്ങനെ പള്ളത് ഇത് കൂർത്തിരിക്കണം. നിങ്ങളവിടെ കുലിക്ക് ഞാൻ വീഴ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇന്ന് രാവിലെ വന്ന് ഇല്ലമ്മ രാവിലെ വന്ന് ആഹാരവും ഫുഡൊക്കെ വാങ്ങിച്ചു കഴിച്ച് ഇനി ശരി അമ്മ ശരി അമ്മ അപ്പൊ ഇനി ഇങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ ബാറ്ററി ആയി ചാർജ്. എനിക്കൊരു ഈ ഫോട്ടോ പിടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്യാമറ കാണുവാണെങ്കിൽ എത്ര കിട്ടിയ, അതായത് ക്യാമറ കണ്ടാല് എത്ര പിണക്കമാണെങ്കിലും ഓടിവരും. എന്തായാലും എനിക്ക് രാവിലെ ജോലിയുണ്ട്. അമ്മയോട് സംസാരിച്ചുകൊണ്ട് അത് നേരം പോകൂലേ. അപ്പൊ ഞാൻ ജോലി തുടങ്ങാം. അമ്മ നില്ല്, ഞാൻ വിറവുകൾ പറക്കി തരാം. ഇടി പറക്കിക്കൊണ്ടിടി. അവിടുന്ന് പറക്കി ഇവിടെ കൊണ്ടുവന്നിട്. അയ്യോ നീ ഇനി ഇറങ്ങി വന്നാ മക്കളെ. ശരി എങ്കിൽ പിന്നെ വീഡിയോയിൽ വന്നോ. എന്റെ പേരാപ്പൂര് അമ്മയുടെ നടയില് സർജറിയുടെ തലയ്ക്കും തലേ ദിവസം പോയപ്പം പോറ്റി ഭസ്മം അമ്മയുടെ കാലിന്റെ പാദത്തിന്റെ അവിടെ വെച്ചിട്ട് കുറച്ച് ഭസ്മം തന്നിട്ട് പറഞ്ഞു മോനിട്ട് കൊടുക്കണം. അങ്ങനെ അതാ ഭസ്മം വാങ്ങിച്ചു കൊടുന്നു. രാവിലെ
വയറുവേദന വന്നപ്പോ നൈസിനെ പോയി ഭസ്മം എടുത്തിട്ട് വേദന വരുമ്പോ മാത്രം ദൈവത്തിന് ഓർക്കണം നമുക്ക്. നല്ല വേദനയായിരുന്നു. അപ്പൊ ഇതെടുത്തിട്ടപ്പോ കറക്റ്റ് ആ വേദന അപ്പൊ തന്നെ വന്നു. അതാണ് നമുക്കൊരു വിശ്വാസമാണല്ലോ. നമുക്കിപ്പോ വേദന മരുന്നിന്റെ എഫക്റ്റോ അല്ലെങ്കിൽ ദൈവത്തിന്റെ എഫക്റ്റ് എന്നുള്ളത് സെപ്പറേറ്റ് ആണ്. പക്ഷെ നമുക്കൊരു വിശ്വാസം ഇത് ചെയ്താൽ മാറും എന്നുള്ളത്. അപ്പൊ അത് നമ്മള് മാക്സിമം നമ്മുടെ കുഞ്ഞുങ്ങളിലെ ദൈവവിശ്വാസവും എല്ലാ വിശ്വാസങ്ങളും വളർത്തണം. പേടി, ഭയം, ഭക്തി, ഇതെല്ലാം എന്താ പറയുക, സ്നേഹം, സഹാനുഭൂതി എല്ലാം നമ്മൾ വളർത്തി വെക്കണമല്ലോ പിള്ളേരില്. അപ്പോ എല്ലാം മിക്സ് ചെയ്ത് വളർത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ പാടാണ്. എന്നോട് ആരോ ഇടയ്ക്ക് ചോദിച്ചിരുന്നു, ഉമ അതായത് എല്ലാവരും അല്ല, ഞാൻ ഈ അമ്മയോടൊക്കെ കാണിക്കുന്ന അഭിനയമാണ് എന്ന് പറയുന്ന കുറെ പേരുണ്ട്. അഭിനയമാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ റിയൽ ആയിട്ട് അത് എൻ്റെ ലൈഫിൽ മറ്റുള്ളവരോട് സ്നേഹവും സഹാനുഭൂതിയും ക്ഷമിക്കാനൊക്കെ പഠിച്ചത് ശ്രീചിത്രയിൽ കയറിറങ്ങിയിട്ടാണ്. നമുക്ക് എത്ര പേർക്കാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ പോലും ഒരുപാട് അഹങ്കാരം ഉള്ളവനുണ്ടെങ്കിൽ വാട്സപ്പ് ശ്രീചിത്രയിലോ RCCയിലോ ഒക്കെ ചെന്ന് കയറിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി നമ്മളെ പകുതി അഹങ്കാരം കുറയും. അപ്പോ അതാണ് പറയാതെ ചാർജ് കയറി. അപ്പൊ അതാണ്ട് തുടങ്ങി. ഇനിയിപ്പൊ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം, ഇല്ലെങ്കിൽ പാടാണ് കേട്ടോ കാര്യം. അമ്മയുടെ പാത്രമാണ് ഈ കണ്ടൊന്ന് കഴുകി കമ്പത്തി വെച്ചേക്കണം. പാത്രമൊക്കെ അമ്മയ്ക്ക് എപ്പോഴും അടുത്ത് വേണം. ഇനി ഇതൊന്നും വെളിയിലിട്ടിരിക്കണമെന്നൊന്നും ആരും പറയുന്നത്, വെളിയിലിട്ടിരിക്കണമല്ല. അമ്മയുടെ പാത്രം നമ്മളെ വീട്ടിനകത്ത് തന്നെയാണ്. കഴുകി രാവിലെ കാപ്പിയും കൊടുത്തിട്ട് ഇവിടെ കൊണ്ട് വെച്ചിരിക്കും. അമ്മയ്ക്ക് എപ്പോഴെപ്പോഴും വെള്ളം വേണം, കാപ്പി വേണം. ഓ എത്ര പറയാതെ അമ്മ അവർക്ക് പറഞ്ഞൂടല്ലടാ. അമ്മ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മ തന്നെ കഴുകി ഇവിടെ കൊണ്ടുവന്ന് കമത്തി വെക്കും. ഞാൻ എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കും. ചിലപ്പം പാത്രത്തിനും ഗ്ലാസിനും വേണ്ടി വഴക്കുണ്ടാക്കും. കാര്യം അമ്മയ്ക്ക് ഇത് വേണം, എപ്പോഴും അമ്മയുടെ അടുത്ത് ഇത് വേണം. അമ്മയ്ക്ക് വിശക്കുന്ന് ചായ വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ സാധനം എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടാണ് അടി ഉണ്ടാക്കണത്. അപ്പൊ ഇത് അമ്മയ്ക്ക് എപ്പോഴും വേണം. അതുകൊണ്ട് ഇതെടുത്ത് ഇവിടെ വെച്ചേക്കും. ഞാൻ പിന്നെ കഴുകിയെടുത്ത് അകത്ത് വെക്കും. ഇനിയിപ്പോ കണ്ടില്ലേ, ഇപ്പൊ കുറച്ചു മുമ്പ് കഴിച്ചതാണ്. ഇനിയിപ്പോ ആഹാരം വേണമെന്ന് പറഞ്ഞപ്പോ ഇനി കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ഭയങ്കരമായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് കുറച്ച് ആഹാരം തന്നെ അല്ല കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ അങ്ങ് കൊടുത്താൽ അമ്മ കാമാവും. പിന്നെ നമ്മളെ വന്ന് ജോലി ചെയ്യാൻ സഹായിക്കും. പിന്നെ ഭയങ്കര വീഡിയോ എടുത്തപ്പോഴാണ് ആള് ആക്റ്റീവ് ആയേട്ടാ. ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയേട്ടാ, അമ്മ വയലന്റ് ആകുമ്പോ ഇതുപോലെ കുറച്ച് വീഡിയോ ഒക്കെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ വെച്ചിരുന്നത്. അമ്മ ഓക്കെ ആവുമെന്നാണ് തോന്നുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ പിടിക്കാൻ, ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ അമ്മ തന്നെ വന്ന് പെണ്ണെ എടുപെണ്ണെ, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, എടുപെണ്ണേന്ന് പറയും. ഇതിലും കുറച്ച് ആഹാരം കൊടുക്കാം. ഇനിയിപ്പൊ കഞ്ഞി കൊടുക്കാം. കാപ്പി തീർന്നു, കഞ്ഞി കൊടുക്കാം. അച്ചാറ് മാത്രമേ ഉള്ളൂ കേട്ടോ. പഴങ്കഞ്ഞി കറിയുണ്ട്. പക്ഷെ അമ്മ കഞ്ഞിയിലൂടെ അച്ചാറ് മാത്രമേ കൂട്ടി കുടിക്കുള്ളൂ. കഞ്ഞിയേ ഉള്ളൂ. പഴങ്കഞ്ഞിയാ? ഞാൻ കേട്ടില്ലായിരുന്നു അമ്മ. ഇങ്ങോട്ട് അമ്മ, ഈ കഞ്ഞിയേ ഉള്ളൂ, കുടിക്കാൻ വരാൻ. കഞ്ഞി വേണ്ടെന്ന്, വേറെ ഒന്നുമില്ല, ഇതേ ഉള്ളൂ. ഇനി ഇതേ ഉള്ളൂ. ഇല്ല, കാപ്പി ഇല്ലമ്മ. നിങ്ങൾ കഴിക്കുന്ന അവിടെ ഇവിടെ ഇരുന്ന് കഴിക്കും. അവിടെ നിന്ന് കഴിക്കില്ലേ, മണ്ടേ കയറും. ഇരുന്ന് കഴിക്കേ. അമ്മയ്ക്കും കൊടുത്തിരി കഞ്ഞി വേണമെന്ന് കൊടുക്കട്ടെ. മുറി കൊണ്ടുവച്ചിരുന്ന കഴിക്കണേ കഴിയാമ്മ. അവരേല് പറഞ്ഞത് അമ്മയ്ക്കും വേണമെന്ന്. അപ്പൊ അമ്മയ്ക്കും പഴങ്കഞ്ഞി അച്ചാറ്. നമ്മുടെ മറിയാസിലെ ചേച്ചി കുറച്ച് അച്ചാർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ഇട്ടില്ല, പബ്ലിഷ് ചെയ്തില്ല. അപ്പൊ ആ അച്ചാറ് അതിടണം, നാളെ ഞാൻ ഇടണം. ചേച്ചിയുടെ കുറച്ച് അച്ചാർ എന്നിട്ട് ഉമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കൂ, കൊള്ളാവോന്ന് ചോദിക്കാനായിട്ട് അയച്ചിരുന്നു. അപ്പൊ ആ അച്ചാറാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും കഴിക്കണേ. നമ്മുടെ വീട്ടിൽ അമ്മ ഇവിടെ വന്നിരിക്കുക, ഇവിടെയെങ്കിലും വന്നിരിക്കുക, എവിടെയെങ്കിലും വന്നിരി അമ്മ. നമ്മളെ വീട്ടിൽ പൊതുവെ ഈ അവധിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും പുറത്ത് തന്നെ ആയിരിക്കും. അകത്തിരിക്കുന്നവരാരും കാണൂല. എവിടെയെങ്കിലും ഇരിയമ്മ. നിങ്ങള് എവിടെ നിന്ന് നിക്കണോക്ക്, ഇങ്ങനെ നിന്നേ കുടിക്കുള്ളൂ. എത്ര പറഞ്ഞാലും ഇങ്ങനെ നിന്നേ ചെയ്യുള്ളൂ. നമ്മളെല്ലാ പേരും മുറ്റത്ത് തന്നെയാണ്. ചേട്ടനാണെങ്കിലും നമ്മളാണെങ്കിലും പിള്ളേരാണെങ്കിലും അവധി ദിവസം കാര്യം ഫുള്ള് വെളിയിലെ ജോലിയും ചെയ്ത് ഇങ്ങനെ നടക്കുക. അപ്പൊ നമ്മൾ മുറ്റത്തെ നമ്മളെ ശരീരം വൃത്തിയാവും, തിരിച്ചകത്ത് കയറത്തില്ലേ വീട്ടിനകത്ത്. നമ്മൾ ഇത്തിരി വൃത്തിപ്രാന്ത് കൂടിപ്പോയ ഇനങ്ങളാ. അപ്പൊ ഇതാണ്ട എല്ലാരും പുറത്താണ്. ഇപ്പൊ അതിപ്പോ അമ്മയും ശീലിച്ചു. അമ്മ അങ്ങനെയാണ്. അമ്മ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പൊ അമ്മയും വെളിയിൽ നിന്ന് ജോലി ചെയ്താൽ പിന്നെ വെളിയിൽ നിന്ന് തന്നെയാണ് ആഹാരം കഴിക്കും. പിന്നെ കൈയും കാലം കഴിവിട്ട് അകത്ത് കയറുള്ളൂ. അപ്പൊ അതേണ്ട എല്ലാരും ഔട്ട് സൈഡ് ഉണ്ട്. ഇനി അവളെ അമ്മയെ അകത്ത് കയറ്റി എവളെ അമ്മയെ വെളിയിൽ ഇറക്കി അങ്ങനെയൊന്നും പറയില്ല. ഇതാ കണ്ടോ, ഇതാണ്ട എല്ലാരും. അമ്മ അത് കുടി, ഇനി അത് കഴിച്ചിട്ട് കാപ്പി തരാം. എന്തരമ്മ, ഇനി അതിന്റെ കൂടെ ഇനി കാപ്പിയും കൂടെ കൊടുക്കാം. കാപ്പി തീർന്നു രാവിലെ. ഞാൻ കുറച്ചേ ഉണ്ടാക്കുള്ളൂ, കുറച്ചല്ല, ഇത്രയും പേർക്കുള്ളത് ഉണ്ടാക്കി. ഇനി ഞാൻ വേറെ ജോലി ചെയ്യട്ടെ. അവര് കഴിച്ചിട്ട് അവരും വന്നോളും.